ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിശ ആർമി എക്സാം ചാനൽ. ഇത് നമ്മുടെ GD എക്സാം ക്ലാസ് സീരീസിന്റെ ഭാഗമായിട്ടുള്ള അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇന്ന് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ 2024-25 പ്രധാനപ്പെട്ട അപ്പോയിന്റ്മെന്റ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ GD എക്സാമിന് വേണ്ടി ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് സെഷനിലും സ്റ്റാറ്റിക് GKയിലും മിക്സ് ചെയ്ത് വരുന്ന ഒരു ടോപ്പിക്കാണ് അപ്പോയിന്റ്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ന്യൂ ഫിനാൻസ് സെക്രട്ടറി ഓഫ് ഇന്ത്യ? അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇന്റർനാഷണൽ അപ്പോയിന്റ്മെന്റ്സ് നടക്കാറുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ നാഷണൽ വൈഡ് അപ്പോയിന്റ്മെന്റ്സ് നടക്കാറുണ്ട്. രണ്ടും നമ്മൾ ഒരുപോലെ പഠിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക്സ് നമ്മൾ കൃത്യമായിട്ട് തന്നെ പഠിപ്പിച്ച് പോകുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അപ്പോയിന്റഡ് ആസ് എ ന്യൂ ഫിനാൻസ് സെക്രട്ടറി ഓഫ് ഇന്ത്യയാണ്. ഫിനാൻസ് സെക്രട്ടറി ആയിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ആരെ എന്നാണ് ചോദിക്കുന്നത്. സെക്രട്ടറി ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അത് കൃത്യമായിട്ട് പഠിച്ചോണം. ഫിനാൻസിന്റെ സെക്രട്ടറി ആണ്, സെക്രട്ടറി. അപ്പോൾ അത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിനാൻസ് അല്ലേ. ഫിനാൻസ് ഒക്കെ കിട്ടി നമ്മൾ എന്ത് ചെയ്യുന്ന, ഒരു കയ്യിൽ പൈസയൊക്കെ ആയാലേ നമ്മൾ എന്ത് ചെയ്തോളൂ, നമ്മൾ ജയിക്കത്തുള്ളൂ അല്ലേ. അപ്പം അങ്ങനെ ആലോചിച്ച് അജയ് ആണെന്നുള്ള പേര് മനസ്സിലാലോചിക്കണം കേട്ടോ. അപ്പോൾ മനസ്സിലാലോചിക്കേണ്ട, ഫിനാൻസ് ഒക്കെ ആയാലേ നമ്മൾ കംപ്ലീറ്റ്ലി അങ്ങ് അജയം, ഒരു ജയമൊക്കെ നമുക്ക് ഉണ്ടാവത്തുള്ളൂ ലൈഫിലൊന്ന് ആലോചിക്കുക. അപ്പം അജയ് സേത്ത് ആണ്, സേത്ത്. ഇപ്പൊ സെക്രട്ടറിയുടെ സെയ് കിട്ടോ, സെക്രട്ടറി ആയതുകൊണ്ട് അജയ് സേത്ത് ആണ്, അജയ് സേത്ത് ആണ് ഫിനാൻസ് സെക്രട്ടറി എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക കേട്ടോ. അപ്പൊ അജയ് സേത്ത് ആണ് ഫിനാൻസ് സെക്രട്ടറി. കാരണം ഇത് എടുത്തു പറയാൻ കാരണം നമുക്ക് എന്തുകൊണ്ട്, ഫിനാൻസ് കമ്മീഷണറും ഉണ്ട് അല്ലേ, ഫിനാൻസ് കമ്മീഷണറും ഉണ്ട്. ഇവരെല്ലാം വർക്ക് ചെയ്യുന്ന ആരുടെ അണ്ടറിലാണെന്ന് വെച്ചാൽ, ആരുടെ അണ്ടറിലാണ്? ഫിനാൻസ് മിനിസ്റ്ററിന്റെ ആണല്ലേ. ഫിനാൻസ് മിനിസ്റ്റർ ആരാണ്? ഫിനാൻസ് മിനിസ്റ്റർ നമ്മുടെ ഇന്ത്യയുടെ എന്നൊക്കെ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ബഡ്ജറ്റ് ഒക്കെ അവതരിപ്പിക്കുന്ന ആരാണ്? നമ്മുടെ നിർമ്മല സീതാരാമൻ ആണ് അല്ലേ, നിർമ്മല സീതാരാമൻ. അതാണ് നമ്മുടെ ആരെന്ന് പറയുന്നത്, ഫിനാൻസ് മിനിസ്റ്റർ എന്ന് പറയുന്നത് നിർമ്മല സീതാരാമൻ ആണ്. ഫിനാൻസ് മിനിസ്റ്റർ എന്ന് പറയുന്ന ആരാണ്? നിർമ്മല സീതാരാമൻ ആണ്. അപ്പൊ ഫിനാൻസ് കമ്മീഷണർ ആരാന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. ഫിനാൻസ് കമ്മീഷണർ ആരാണ്? അരവിന്ദ് പനഗരിയ, അരവിന്ദ് പനഗരിയ. അപ്പൊ ആ പേര് മനസ്സിൽ ഓർമ്മ വേണം. സെക്രട്ടറി ആകുമ്പോഴാണ് സേത്തിന്റെ പേര് ഓർമ്മ വരേണ്ടത്. എന്തോന്ന്? അജയ് സേത്തിന്റെ പേര് ഓർമ്മ വരേണ്ടത്. ഫിനാൻസ് കമ്മീഷണർ ആകുമ്പോൾ, കമ്മീഷണർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ വലിയ പദവിയാണ് അല്ലെ. അപ്പൊ അവിടെ എന്താണ്? അരവിന്ദ് പനാഗരിയ. ഇവിടെ ഇപ്പൊ പനാഗരി എങ്ങനെ എടുക്കണം? പണക്കാരിയ എന്നുള്ളൊരു മീനിങ്ങിൽ അത് ചിന്തിക്കണം കേട്ടോ. പനാഗരിയ എന്നാണ് പണം എന്നുള്ളൊരു പോയിന്റ് അവിടെ ആലോചിച്ചെടുക്കണം. പണഗരിയ എന്നുള്ള മീനിങ്ങിലേക്ക് അത് എത്തിക്കണം. അപ്പൊ ഫിനാൻസ് കമ്മീഷണർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ പണമുള്ള ആളാണ് അല്ലെ. അപ്പൊ അരവിന്ദ് പനാഗരിയാണ് ആരെന്ന് പറയുന്നത്? ഈ പറയുന്ന ഫിനാൻസ് കമ്മീഷണർ എന്ന് പറയുന്നത് കേട്ടോ. ഫിനാൻസ് കമ്മീഷണർ എന്ന് പറയുന്നത്. ഈ ഫിനാൻസ് കമ്മീഷന്റെ ആർട്ടിക്കിൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. ഫിനാൻസ് കമ്മീഷന്റെ ആർട്ടിക്കിൾ നമ്മുടെ പൊളിറ്റി വിഭാഗത്തിൽ നിന്ന് ചോദിക്കുന്നതാണ്. 280 ആണ് കേട്ടോ, 280 ആണ് ഫിനാൻസ് കമ്മീഷന്റെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. 280 ആണ് ഫിനാൻസ് കമ്മീഷന്റെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഇതിന്റെ ഒപ്പം തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ആർട്ടിക്കിളുകളാണ് 110ഉം 112. എന്താണ്? ഇത് രണ്ടും ഫിനാൻസിനെ റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതായതുകൊണ്ടാണ് ഇപ്പൊ തന്നെ പറഞ്ഞു പോകുന്നത് കേട്ടോ. 110 എന്ന് പറഞ്ഞാൽ മണി ബില്ലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലോക്സഭയിലാണ് മണി ബില്ല് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അത് ആരാണ് പദവി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോക്സഭ സ്പീക്കറാണ് അതിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് കേട്ടോ. അപ്പൊ 110 ആണ് മണി ബില്ല്. ആർട്ടിക്കിൾ 110 ആണ് മണി ബില്ല്. 112 അപ്പൊ എന്താണ്? ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് 112 എന്ന് പറയുന്നത്. 112 എന്ന് പറയുന്നത് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ എന്ത് പറയാം നമുക്ക്? യൂണിയൻ ബഡ്ജറ്റ് എന്ന് പറയാം അല്ലെ. എന്ത് പറയാം? യൂണിയൻ ബഡ്ജറ്റ് എന്ന് നമുക്ക് പറയാം. യൂണിയൻ ബഡ്ജറ്റ് ആണെന്ന് പറയാം കേട്ടോ. 112ലാണ് യൂണിയൻ ബഡ്ജറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അത് കൃത്യമായി തന്നെ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ ഫിനാൻസ് കമ്മീഷണർ ഓഫ് ഇന്ത്യ ആരാണ്? അരവിന്ദ് പനാഗരിയാണ്. ഫിനാൻസ് കമ്മീഷണറിന്റെ ഒക്കെ ഈ ചേംബറും മറ്റു കാര്യങ്ങളും ഹെഡ്ക്വാർട്ടേഴ്സ് ഒക്കെ വരുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. അപ്പൊ 110ഉം 112ഉം നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ഇപ്പോഴത്തെ 16ാമത്തെ ചീഫ് ഫിനാൻസ് കമ്മീഷണർ ആണ് ആരെന്ന് പറയുന്നത്? 16th ഫിനാൻസ് കമ്മീഷണർ ആണ് അരവിന്ദ് പനാഗരിയ എന്ന് പറയുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളെ മൈൻഡിൽ ഓർമ്മ വരണം, ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, യൂണിയൻ ബഡ്ജറ്റ് റെപ്രസെന്റ് ചെയ്യുന്ന എപ്പോഴും തൊട്ട് എപ്പോഴും വരെയാണ്? ഏപ്രിൽ 1 തൊട്ട് മാർച്ച് 30 വരെയല്ലേ? മാർച്ച് 31 വരെയല്ലേ? മാർച്ചിൽ 31 ഇല്ലേ? ഓക്കെ. അപ്പോൾ ആനുവൽ ഫിനാൻഷ്യൽ ടൈം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഓർമ്മ വരണം, ഏപ്രിൽ 1 തൊട്ട് മാർച്ച് 31 വരെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നത്. അതിന്റെ ഹെഡായിട്ട് അതിന്റെ ആർട്ടിക്കിളാണ് 112 എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങൾ ആ ഒരു ഫിനാൻസിനെ പറ്റി നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ ഫിനാൻസിനെ പറ്റി ആലോചിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഓർമ്മ വരുന്ന മറ്റൊരു കാര്യങ്ങളുണ്ട്. CAG അല്ലേ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. അക്കൗണ്ട്സിന്റെയും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുന്ന കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. ആർട്ടിക്കിൾ 148
ആർട്ടിക്കിൾ 148 എന്താണ്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. ആരാണ് ഇപ്പോഴത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ? നമ്മുടെ സഞ്ജയ് മൂർത്തിയാണ് കേട്ടോ. ആരാണ്? സഞ്ജയ് മൂർത്തി. കെ സഞ്ജയ് മൂർത്തിയാണ് നമ്മുടെ CAG എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഇരിക്കുന്നത് കേട്ടോ. അപ്പം 148 CAG ഓഫ് ഇന്ത്യ ആയിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആരാണ്? സഞ്ജയ് മൂർത്തി. ഓഡിറ്റർ ജനറൽ ആണ്. ഓഡിറ്റ് ചെയ്യുക, നമ്മളെല്ലാവരെയും ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുക. ഓഡിറ്റ് ചെയ്യുന്നതല്ലേ, അപ്പോൾ ഒരു മൂർത്തി ഭാവത്തിൽ ഇരിക്കുന്ന ഒരാളല്ലേ അങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുക. അപ്പം സഞ്ജയ് മൂർത്തിയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നതെന്ന് ആലോചിക്കുക. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സഞ്ജയ് മൂർത്തിയാണെന്ന് മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ ഇത്രയും പോയിന്റ്സ് അവിടെ നിന്ന് നിങ്ങൾ ആലോചിക്കണം. ഫിനാൻസ് സെക്രട്ടറി ആരാണ്? അജയ് സേത്ത് ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഹു ഹാസ് ബീൻ റീസെന്റ് അപ്പോയിന്റഡ് ആസ് ദ സെക്കൻഡ് പ്രിൻസിപ്പൽ സെക്രട്ടറി ടു PM നരേന്ദ്ര മോദി? നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര മോദിക്ക് എന്തുണ്ട്? പ്രിൻസിപ്പൽ സെക്രട്ടറി ഉണ്ട് അല്ലേ? അവരുടെ കൂടെ നിൽക്കുന്ന ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറീസ് ഉണ്ട്. നോർമലി ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി ആണ് ഉണ്ടാകുന്നത്. ഇപ്പൊ എന്ത് ചെയ്തു? ഒരു രണ്ടാമതൊരു പ്രിൻസിപ്പൽ സെക്രട്ടറിയും കൂടെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്? അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. 2024-25 ടൈമിലാണ് അങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റ് നടന്നത്. 2025 നടക്കുന്നത്. അതുകൊണ്ടാണ് അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയാൻ കാരണം കേട്ടോ. അപ്പൊ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഫസ്റ്റിലി ഉണ്ടായിരുന്ന ആരാണ് ഉണ്ടായിരുന്ന ഒന്നാമത്തെ പൊസിഷൻ കീപ്പ് ചെയ്തുകൊണ്ടിരുന്നത് പ്രമോദ് കുമാർ മിശ്രയാണ് കേട്ടോ. പ്രമോദ് കുമാർ മിശ്രയാണ്. ഓക്കെ, പ്രമോദ് കുമാർ മിശ്രയാണ്. ഇപ്പൊ രണ്ടാമതായിട്ട് ആഡ് ഓൺ ചെയ്തത്, സെക്കൻഡ് ആയിട്ട് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയത് ആരെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് വന്നത്. ആരാണ്? നമ്മുടെ ശക്തികാന്ത ദാസ് ആണ്. എന്തിനാണ്? ശക്തികാന്ത ദാസ് ആണ്. കാരണം പുള്ളിക്ക് എന്താണ്? ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് അല്ലേ? ശക്തികാന്ത ദാസ് ആരായിട്ടിരുന്നതാണ്? നമ്മുടെ ഫോർമർ RBI ഗവർണർ ആയിട്ടൊക്കെ വർക്ക് ചെയ്തതല്ലേ? അപ്പോൾ ഒരുപാട് ഓഡിറ്റിംഗ് കാര്യങ്ങളും അക്കൗണ്ടിന്റെ കാര്യങ്ങളും എല്ലാം എന്താണ് ഇന്ത്യയുടെ കുറെ കാര്യങ്ങൾ അറിയുന്ന ഒരാളായെന്നുള്ള ഒരു എക്സ്പീരിയൻസിന്റെ പുറത്താണ് രണ്ടാമത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് ആര് തിരഞ്ഞെടുത്തിരിക്കുന്നത്? നമ്മുടെ RBI ഗവർണർ ആയിരുന്ന 25ാമത്തെ RBI ഗവർണർ ആയിരുന്ന ശക്തികാന്ത ദാസിനെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ 14ാമത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ആയത്. ഇത് 13ഉം ഇത് 14ാമത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് കേട്ടോ. പ്രിൻസിപ്പൽ അപ്പൊ അങ്ങനെ ചോദിക്കാനും ചാൻസ് ഉണ്ട്. 14th പ്രിൻസിപ്പൽ സെക്രട്ടറി ഓഫ് നരേന്ദ്രമോദി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 14th പ്രിൻസിപ്പൽ സെക്രട്ടറി ഓഫ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ എന്താണ്? ശക്തികാന്ത ദാസ് ആണ്. ശക്തികാന്ത ദാസ് എത്രാമത്തെ ഇതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 25th RBI ഗവർണറാണ് കേട്ടോ. 25ാമത്തെ RBI ഗവർണറാണ്. ഓക്കെ, ഇതിന്റെ കൂടെ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? RBI ഗവർണർ ആരാണ്? 26th RBI ഗവർണർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് സഞ്ജയ് മൽഹോത്രയാണ് കേട്ടോ. ആരാണ്? സഞ്ജയ് മൽഹോത്ര. സഞ്ജയ് മൽഹോത്ര ഗവർണർ അല്ലേ? RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് സഞ്ജയ് മൽഹോത്രയാണ്. അതിവിടെ കൊടുത്തിട്ടുണ്ട്, സഞ്ജയ് മൽഹോത്ര. ഇത് 25ാമത്തെ RBI ഗവർണറാണ്. ഇത് 26ാമത്തെ RBI ഗവർണറാണ്. ഇങ്ങനെയാണെങ്കിൽ BVR സുബ്രഹ്മണ്യം ആരാണ്? അതുപോലെ TV സോമനാഥൻ ആരാണെന്നുള്ളൊരു കാര്യം കൂടെ നമ്മുടെ മൈൻഡിൽ ഓർമ്മ വേണം. കാരണം ഇതൊക്കെ ആയിരിക്കും പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നതെന്നുള്ളൊരു കാര്യം ആലോചിക്കുക. ആരാണ്? BVR സുബ്രഹ്മണ്യം. BVR സുബ്രഹ്മണ്യം ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? നമ്മുടെ CEO ഓഫ് നീതി ആയോഗ് ആണ് കേട്ടോ. നീതി ആയോഗ് അറിയാലോ, നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ മാറ്റിയിട്ട് വന്ന പുതിയ സംഭവമാണ്. 2017 തൊട്ട് ആക്റ്റീവാണ്. നീതി ആയോഗ് എന്ന് പറഞ്ഞാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ എന്നുള്ളൊരു സാധനമാണ് അല്ലേ? നീതി ആയോഗ് പ്ലാനിംഗ് കമ്മീഷനാണ്. അപ്പോൾ അതെന്താണ്? BVR സുബ്രഹ്മണ്യമാണ് ഇപ്പോഴത്തെ എന്തെന്ന് പറയുന്നത് അതിൻ്റെ CEO എന്ന് പറയുന്നത്. നീതി അല്ലേ? നീതി, നമ്മൾ നീതിയൊക്കെ നടപ്പിലാക്കാൻ ആര് വേണം? ദൈവം വേണം. അപ്പം എന്താണ്? സുബ്രഹ്മണ്യം എന്ന് ആലോചിക്കുക കേട്ടോ. നീതി ആയോഗ് ആരുടെ ഹെഡിലാണ്? BVR സുബ്രഹ്മണ്യം ആണെന്നുള്ള പോയിന്റ് മനസ്സിലാലോചിക്കുക. സുബ്രഹ്മണ്യം കേട്ടോ. ദൈവം എന്നുള്ള രീതിയിൽ ആലോചിക്കുക. നീതി. ഓക്കെ, സുബ്രഹ്മണ്യം. അങ്ങനെയാണെങ്കിൽ TV സോമനാഥൻ ആരാണ്? TV സോമനാഥൻ ആരാണ്? നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്താണ്? ക്യാബിനറ്റ് സെക്രട്ടറിയാണ്. നമ്മുടെ മിനിസ്ട്രിയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ക്യാബിനറ്റ് സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. ആര്? ഇപ്പം നമ്മുടെ പ്രൈം മിനിസ്റ്ററിനും മിനിസ്റ്റേഴ്സിനും ഒക്കെ എന്തെങ്കിലും അഡ്വൈസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാൻ പറ്റുന്ന ആരിൽ നിന്നാണ്? ക്യാബിനറ്റ് സെക്രട്ടറിയിൽ നിന്നാണ്. അത് ആരാണ്? TV സോമനാഥനാണ്. ഓക്കെ, TV സോമനാഥൻ. ഓക്കെ, അപ്പോൾ ക്യാബിനറ്റ് സെക്രട്ടറിയാണ് കേട്ടോ. TV കണ്ടുകൊണ്ടിരിക്കുന്ന എന്താണ്? ക്യാബിനറ്റിൽ ഇരിക്കുന്ന TV കണ്ടുകൊണ്ടിരിക്കുന്ന സോമനെന്നോ അങ്ങനെ എന്തെങ്കിലും ആലോചിക്കുക കേട്ടോ. TV ഇപ്പം ക്യാബിനിലിരിക്കുന്ന TV കണ്ടുകൊണ്ടിരിക്കുന്ന സോമൻ എന്ന് ആലോചിക്കുക. അപ്പോൾ ക്യാബിനറ്റ് സെക്രട്ടറി, ക്യാബിനിലിരിക്കുന്ന TV കണ്ടുകൊണ്ടിരിക്കുന്ന സോമൻ, ക്യാബിനറ്റ് സെക്രട്ടറി. അപ്പോൾ ആരാണ്?
TV സോമനാഥൻ എന്നുള്ളൊരു പോയിന്റിലേക്ക് എത്തുക കേട്ടോ. അപ്പം നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടമുള്ള ഒരു രീതിയിൽ പഠിച്ചെടുക്കാവുന്നതാണ്. നിങ്ങളുടെ മൈൻഡിൽ ആ ഒരു മെമ്മറി ജസ്റ്റ് ഒന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ബാക്കി എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. അപ്പം അത്രയും പോയിന്റ്സ് ആണ് അവിടെ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ 25ാമത്തെ RBI ഗവർണറാണ് ശക്തികാന്ത ദാസ്. ഇപ്പോൾ എന്താണ് നിലവിൽ സെക്കൻഡ് പ്രിൻസിപ്പൽ സെക്രട്ടറി ടു PM നരേന്ദ്രമോദിയാണ്. സഞ്ജയ് മൽഹോത്ര എന്ന് പറയുന്നത് ആരാണ്, 26th RBI ഗവർണറായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. BVR സുബ്രഹ്മണ്യം ആരാണ്, നമ്മുടെ നീതി ആയോഗ് അല്ലേ, സുബ്രഹ്മണ്യം നീതി നടപ്പിലാക്കുന്ന ദൈവമാണ് BVR സുബ്രഹ്മണ്യം ആണെന്ന് ആലോചിക്കുക. അത് കഴിഞ്ഞ് TV സോമനാഥൻ ആരാണ്, നമ്മുടെ ക്യാബിനറ്റിലിരിക്കുന്ന TV കണ്ടുകൊണ്ടിരിക്കുന്ന സോമൻ. അപ്പം അങ്ങനെ ആലോചിക്കുക, ക്യാബിനറ്റ് സെക്രട്ടറി ആണ് ആരെന്ന് പറയുന്നത്, TV സോമനാഥൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. നിങ്ങളുടെ ലേറ്റസ്റ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ളതാണ്. 2024-25 അപ്പോയിന്റ് ചെയ്യുന്നതാണ് ഇവരെയൊക്കെ. അപ്പോൾ ഇവർ ഇനി മാറാനുള്ള ചാൻസ്, കാരണം എക്സാം എത്രത്തോളം വൈകോ ചിലപ്പോൾ ഇവരൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, ഇപ്പം നിലവിലുള്ള കാര്യമാണ് നമ്മൾ പഠിപ്പിച്ചു പോകുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത്, ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ചെയർപേഴ്സൺ ഓഫ് സെബി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു ബോർഡാണ് സെബി എന്ന് പറയുന്നത്. അതിൽ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ചെയർപേഴ്സൺ ആരെന്നാണ് ചോദിക്കുന്നത്. ചെയർപേഴ്സൺ ആരാണത്? സെബി എന്ന് പറയുമ്പോൾ സെക്യൂരിറ്റി ആണ് അല്ലേ, സെക്യൂരിറ്റിയും എക്സ്ചേഞ്ചും. അപ്പോൾ സെക്യൂരിറ്റിയിൽ നിൽക്കുന്ന ഒരുപാട് സെക്യൂരിറ്റി കൊടുക്കുന്ന ആർക്കാണ്, ഈ വൈൽഡ് ലൈഫിനൊക്കെയാണ് അല്ലേ. ഇപ്പം പാണ്ഡെ എന്ന് ആലോചിക്കുക. പാണ്ഡയ്ക്ക് ഭയങ്കര സെക്യൂരിറ്റിയും അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ഒക്കെ ചെയ്യാൻ കുറേ കാര്യങ്ങളൊക്കെ നോക്കണം നമ്മൾ, അതൊന്ന് ആലോചിക്കുക. അപ്പോൾ പാണ്ഡെ, തുഹിൻ കന്ത പാണ്ഡെയാണ് സെബിയുടെ എന്തെന്ന് പറയുന്നത്, ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. അപ്പോൾ ചെയർപേഴ്സൺ ഓഫ് സെബി ആരാണ്, തുഹിൻ കന്ത പാണ്ഡെ ആണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ പാണ്ഡയ്ക്ക് ഭയങ്കര സെക്യൂരിറ്റിയും എക്സ്ചേഞ്ച് ഒക്കെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് ആലോചിക്കുക. അപ്പോൾ അതാരാണ്, തുഹിൻ കന്ത പാണ്ഡെയാണ് കേട്ടോ. തുഹിൻ കന്ത പാണ്ഡെ. നിങ്ങൾ കണ്ട പാണ്ഡെയാണെന്ന് ആലോചിക്കുക. നിങ്ങൾ കണ്ട പാണ്ഡെ, അപ്പോൾ കണ്ട അങ്ങനെ മീൻ ചെയ്യുക കേട്ടോ. അപ്പോൾ സെക്യൂരിറ്റി ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് കാണാനൊക്കെ പറ്റുമല്ലോ, അത് അങ്ങനെയൊക്കെ ആലോചിക്കുക. അപ്പോൾ എന്താണ്, ഭയങ്കര തുഹി കണ്ട പാണ്ഡെ എന്ന് അങ്ങനെ ചിന്തിച്ച് പഠിക്കുക കേട്ടോ. അപ്പോൾ സെബിയുടെ ചെയർപേഴ്സന്റെ കാര്യമാണ് പറഞ്ഞത്, തുഹിൻ കന്ത പാണ്ഡെ കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഹു ഈസ് ദ കറണ്ട് ഡയറക്ടർ ജനറൽ ഓഫ് നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് NSG എന്നൊക്കെ കേട്ടിട്ടുണ്ട്, ബ്ലാക്ക് കാറ്റ് കമാൻഡോസ് ഒക്കെ ഉള്ളത് അല്ലേ. NSG നാഷണൽ സെക്യൂരിറ്റി ഗാർഡുകളാണ് NSG എന്ന് പറയുന്ന ബ്ലാക്ക് കമാൻഡോസ് എന്ന് നമ്മൾ പറയുമല്ലോ. അങ്ങനത്തെ കമാൻഡോസിൻ്റെ ഒക്കെ വർക്ക് ചെയ്യുന്ന അതിൻ്റെ ഡയറക്ടർ ജനറൽ ഇപ്പോൾ ആരെന്നാണ് ചോദിക്കുന്നത്. നാഷണൽ സെക്യൂരിറ്റി ഗാർഡിൻ്റെ കമാൻഡർ അല്ല, അതിൻ്റെ ഡയറക്ടർ ജനറൽ ആയിട്ട് വർക്ക് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, ഇപ്പോൾ ആരാണ് വർക്ക് ചെയ്യുന്നത്? നിങ്ങൾക്ക് അറിയായിരിക്കും. നിങ്ങളിപ്പോൾ ഈ പറയുന്ന പാരാമിലിറ്ററി, ഇപ്പം GD എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും, നിങ്ങളുടെ ഓരോ പാരാമിലിറ്ററി ഫോഴ്സസ് ഉണ്ടല്ലേ, BSF ഉണ്ട്, CRPF ഉണ്ട്, CISF ഉണ്ട്. ഇതിനെല്ലാത്തിനും ഓരോ തവണ ഓരോ ആൾക്കാർ ഹെഡ് ചെയ്യാറുണ്ട്. അതായത് ഈ ഡയറക്ടർ ജനറൽ എന്ന് പറഞ്ഞൊരു പോസ്റ്റിലേക്ക് എത്താറുണ്ട്. അതിലൊരു പോസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ NSG എന്ന് പറയുന്നത്. അതിലും എന്ത് ചെയ്തിട്ടുണ്ട്, ഒരാളെപ്പോഴും എന്താറുണ്ട്, ഈ പറയുന്ന പോലെ ഡയറക്ടർ ജനറൽസ് ആവാറുണ്ട്. അപ്പോൾ അത് എപ്പോഴും നിങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ, പുതിയൊരു അപ്പോയിൻമെൻ്റ് ആണ് നടന്നതെങ്കിൽ അത് പഠിക്കാനുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. കാരണം നിങ്ങൾ എന്താണ് ഇതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ അതിൻ്റെ കാര്യം നിങ്ങൾ കൃത്യമായി അറിയണം. അതുകൊണ്ട് തന്നെ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് NSGയുടെ ഡയറക്ടർ ജനറൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, നമ്മുടെ B ശ്രീനിവാസനാണ് കേട്ടോ. B ശ്രീനിവാസനാണ്, ഭൃഗു ശ്രീനിവാസൻ എന്നാണ് പേര് കേട്ടോ. ഭൃഗു ശ്രീനിവാസൻ നാഷണൽ സെക്യൂരിറ്റി ഗാർഡായിട്ട് ഭൃഗു ശ്രീനിവാസനാണ്, B ശ്രീനിവാസനാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ആ പോയിന്റ് ആലോചിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ, BSF, അതുപോലെ CISF, CRPF, അതുപോലെ തന്നെ SSB, ഇത്രയെങ്കിലും നിങ്ങളുടെ മൈൻഡിൽ കുറച്ചെങ്കിലും ഉണ്ടായിരിക്കണം. BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, ബോർഡറിൽ നിൽക്കുന്ന ആരാണ്, ദൽജീത്ത് ആണ് കേട്ടോ. ഈ കൊടുത്തിരിക്കുന്നില്ല പേര്, ദൽജീത് സിംഗ് ചൗധരിയാണ്. ദൽജീത്ത് സിംഗ് ചൗധരിയാണ് കേട്ടോ. ദൽജീത് സിംഗ് ചൗധരിയാണ് ഇവിടെ നിൽക്കുന്നത്, ബോർഡറിൽ നിൽക്കുന്നത്. ദില്ലും അവരുടെ ജീത്തും ഒക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ബോർഡറിൽ നിൽക്കുന്നവരാണല്ലോ. അപ്പം അത്രയും മനസ്സ് അതിന് വേണ്ടിയായിട്ട് നിൽക്കുന്നത് ആരാണ്, ബോർഡറിൽ വർക്ക് ചെയ്യുന്നവരാണെന്ന് ചിന്തിക്കുക. അപ്പം ദൽജീത്ത് സിംഗ് ചൗധരി എവിടത്തെയാണ്, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആണ്. അതുപോലെ CISFൽ വന്നത് രാജ്വിന്ദർ സിംഗ് ആണ് കേട്ടോ.
രാജ്വിന്ദർ സിംഗ് ആണ്. CISF നമ്മുടെ എയർപോർട്ടിലൊക്കെ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഫോഴ്സിലൊക്കെ വർക്ക് ചെയ്യുന്നത് രാജ്വിന്ദർ സിംഗ് ആണ്. ഇൻഡസ്ട്രിയൽ മേഖലയല്ലേ, ഇൻഡസ്ട്രി. അപ്പം രാജ്യത്തിന്റെ വിൻഡർ എന്നല്ലേ രാജ്വിന്ദർ എന്നാണ്. അപ്പൊ വിൻഡിന്റെ കാര്യമൊക്കെ എന്താണ്, ഇൻഡസ്ട്രിയൽ പരമായിട്ടുള്ള കാര്യമാണ് അല്ലെ. നമ്മുടെ വിൻഡ് മില്ലൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പം അതൊക്കെ വരുന്നത് ഒരു ഇൻഡസ്ട്രി നിലവാരത്തിൽ അറിയാലോ നിങ്ങൾക്ക്. ആ ഒരു സംഭവമൊക്കെ വരുന്നത് എന്തിലാണ്, ഇൻഡസ്ട്രി ഫീൽഡിലാണെന്ന് ആലോചിക്കുക. അപ്പം രാജ്വിന്ദർ സിംഗ് ആണ് CISF-ൽ വർക്ക് ചെയ്യുന്നത്. അതുപോലെ CRPF എന്ന് പറഞ്ഞാൽ എന്താണ്, റിസർവ്ഡ് പോലീസ് ഫോഴ്സ് ആണ്. എന്താണ്, റിസർവ്ഡ് പോലീസ് ആണ്. റിസർവ്ഡ് ആകുമ്പോൾ അവർക്ക് എന്താണ്, എപ്പോഴും ഒരു പ്രതാപമൊക്കെ ഉള്ള ആളാണ്. അപ്പം അതിനെന്തോ ആലോചിക്കുക, ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗ്. ഒരു പ്രതാപമൊക്കെ ഉള്ളവരായിരിക്കുമല്ലോ കുറച്ചൊന്ന് റിസർവ്ഡ് ആയിട്ട് ആരടുത്തും മിണ്ടാതെയൊക്കെ ഇരിക്കുന്ന കുറച്ച് പ്രതാപമുള്ളവര്, പ്രതാപ് സിംഗ് എന്ന് മനസ്സിലാക്കുക. ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗ്. അല്ലെങ്കിൽ ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്, ശരിക്കും പറഞ്ഞാൽ ബുദ്ധി എന്നാണ്. അല്ലെങ്കിൽ ബുദ്ധിയൊക്കെ ഉള്ളവർ കുറച്ച് റിസർവ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് ആലോചിക്കുക. അപ്പൊ CRPF റിസർവ്ഡ് പോലീസ് ഫോഴ്സ് ആണ്. അതുകൊണ്ട് റിസർവ്ഡ് ആയിട്ടിരിക്കുന്ന ആരാണ്, പ്രതാപമുള്ളവരാണ് അല്ലെങ്കിൽ ജ്ഞാനമുള്ളവരാണ്. ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗ് എന്ന് മനസ്സിലാലോചിക്കുക. അവസാനത്തത് സശസ്ത്ര സീമാ ബൽ. സശസ്ത്ര സീമാ ബിൽ അല്ലെങ്കിൽ SSB എന്ന് പറയുന്നത് അമൃത് മോഹൻ പ്രസാദ് ആണ് നയിക്കുന്നത് കേട്ടോ. അമൃത് മോഹൻ പ്രസാദ്. ഇത് നിങ്ങൾക്ക് എങ്ങനെ ആലോചിക്കാം, ബലമല്ലേ, സശസ്ത്ര സീമാ ബെൽ എന്നല്ലേ പറയുന്നത്. അപ്പോൾ ബെല്ലെന്ന് പറയുമ്പോൾ ബലമാണെന്ന് ആലോചിക്കാം. അങ്ങനെ ബലം കൊടുത്ത് എന്ത് ചെയ്യുമായിരുന്നു, അമൃതം കടയാനല്ലേ നോക്കിയത്. അങ്ങനെ ആലോചിക്കുക, ബലം കൊടുത്ത് അമൃതം കടയാൻ നോക്കി. അല്ലെങ്കിൽ അമൃത് മോഹനും കൂടെ പ്രസാദത്തിന് വേണ്ടിയായിട്ട് ബലം പിടിച്ചു എന്നൊക്കെ ആലോചിക്കാം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പഠിക്കാം. പക്ഷെ കണക്ട് ചെയ്ത് പഠിക്കാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ഫീൽ ചെയ്യും. കുറച്ചും കൂടെ നിങ്ങളുടെ മൈൻഡിൽ അത് എന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് ഫീഡ് ആവുകയും ചെയ്യും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും പഠിക്കാം. BSF-ന്റെ ഹെഡ് എന്ന് പറയുന്നത് ദൽജീത്ത് ആണ്. ദൽജീത്ത് സിംഗ് ചൗധരിയാണ്. CISF-ന്റെ എന്ന് പറയുമ്പോൾ ആരാണ്, ഇൻഡസ്ട്രിയൽ ആണ്. അപ്പൊ രാജ്വിന്ദർ സിംഗ് ആണ്. അത് കഴിഞ്ഞ് CRPF എന്ന് പറഞ്ഞാൽ റിസർവ്ഡ് ആണ്. അതെന്ന് പറഞ്ഞാൽ ആരാണ്, ഈ പറയുന്ന പോലെ പ്രതാപമുള്ളത്, ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗ് ആണ്. SSB എന്ന് പറഞ്ഞാൽ ബലമാണ്. ബലം കൊടുത്ത് ചെയ്യുന്ന എന്താണ്, അമൃതം കടയാണ് ചെയ്തത്. അപ്പൊ അമൃത് മോഹൻ പ്രസാദ് എന്നുള്ളത് എന്തിന്റെയാണ്, SSB. ബലം കൊടുത്ത് അമൃതയും മോഹനും കൂടെ പ്രസാദിന് വേണ്ടി അടികൂടി എന്ന് ആലോചിക്കുക. അപ്പൊ സശസ്ത്ര സീമാ ബൽ ആരാണ്, അമൃത് മോഹൻ പ്രസാദ് എന്നുള്ള കാര്യം ആലോചിക്കുക. അതുപോലെ തന്നെ സെക്യൂരിറ്റി ഗാർഡ് ശ്രീനിവാസനെ ഏതെങ്കിലും സിനിമയിൽ സെക്യൂരിറ്റി ആയിട്ട് നിങ്ങൾ ആലോചിക്കുക. ബ്ലാക്ക് കമാൻഡോ ആയിട്ടൊക്കെ ആലോചിക്കുക. ഈ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, അക്കരെയൊക്കെ അങ്ങനത്തെ കുറേ സിനിമാസ് ഉണ്ടല്ലോ. അപ്പോൾ അതിലൊക്കെ അവരെന്താണ്, ഈ ദാസനും വിജയനുമായിട്ടൊക്കെ നടക്കുമ്പോൾ കുറച്ച് നാഷണൽ സെക്യൂരിറ്റി ഗാർഡായിട്ടൊക്കെ അവരെന്താണ് കുറച്ച് ഇതിനൊക്കെ വേണ്ടി ബ്ലാക്ക് കമാൻഡോസ് ആയിട്ട് നടന്നെന്നുള്ളൊരു ഫീൽഡിൽ നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ ഭൃഗു ശ്രീനിവാസൻ എന്തിൻ്റെയാണ്, നാഷണൽ സെക്യൂരിറ്റി ഗാർഡാണെന്ന് ചിന്തിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾ എങ്ങനെ ആയാലും പഠിച്ചാൽ ഓക്കെയാണ്. ഇനി അടുത്ത, ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് എ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ. നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആരെന്നാണ് ചോദിക്കുന്നത്. ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ട് അപ്പോയിന്റ് ചെയ്തത് ആരെന്നാണ് ചോദിക്കുന്നത്. എപ്പോഴും 3 ആൾക്കാരാണ് ഇലക്ഷൻ കമ്മീഷനിൽ വരാറുള്ളത്. 2 പേര് ഇലക്ഷൻ കമ്മീഷണർ എന്ന പേരിലും ഒരാൾ ചീഫ് എന്ന പേരിലുമാണ് ഇരിക്കുന്നത്. അങ്ങനെ 3 പേരാണ് ടോട്ടലി ഇലക്ഷൻ കമ്മീഷനിൽ വരുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ ആലോചിക്കുക എന്താണ് ഈ പറയുന്ന പോലെ ഈ പറയുന്ന പോലെ തന്നെ എന്താണ് നമ്മൾ പറഞ്ഞ 26th ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്താണ് 26th ആണ്. ഇത് എന്താണ് 26th ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ആരെയാണ്, ജ്ഞാനേഷ് കുമാറിനെയാണ്. നമ്മൾ നേരത്തെ പഠിച്ചത് ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗ് എവിടത്തെയാണ്, നമ്മുടെ റിസർവ്ഡ് പോലീസ് ഫോഴ്സിൻ്റെയാണ്. ഇത് ഗണേഷ് കുമാർ എന്നുള്ള രീതിയിൽ ആലോചിക്കുക. ഗണേഷ് കുമാർ എന്ന് ആലോചിക്കുക. അപ്പോൾ അതെന്താണ്, ഇലക്ഷൻ കമ്മീഷണറാണ് കേട്ടോ. ഇലക്ഷന് വേണ്ടിയാണ് ഗണേഷ് ഒക്കെ നിൽക്കുന്നത്. നമ്മുടെ ഇപ്പം പാർട്ടിയിലൊക്കെ ഉള്ള അറിയാമല്ലോ നിങ്ങൾക്ക് ഗണേഷിനെ, സിനിമ നടൻ ഗണേഷിനെ. അപ്പോൾ അതൊക്കെ എന്താണ്, ഇലക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തല്ലേ നിൽക്കുന്നത്. അപ്പോൾ ഗണേഷ് കുമാർ എന്തിൻ്റെയാണ്, ഇലക്ഷൻ കമ്മീഷണറുടെ ആണെന്ന് ആലോചിക്കുക. അതിൻ്റെ ഒപ്പം നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ഈ സുഖ്ബീന്ദർ സിംഗ് സന്ധു. ഇതെന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ 2 ഇലക്ഷൻ കമ്മീഷണേഴ്സ് ഉണ്ടെന്ന്. 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിന്റെ പേരും കൂടെ പഠിക്കണം. ഒന്നാരാണ്, സുഖ്ബീർ സിംഗ് സന്ധുവും അതുപോലെ വിവേക് ജോഷിയും. അപ്പൊ ഇവർ 3 പേരാണ് എന്തിലിരിക്കുന്നത്, ഇലക്ഷൻ കമ്മീഷണറിൽ ഇരിക്കുന്നത്. ആരൊക്കെയാണ്, ഒന്ന് സുഖ്ബീർ സിംഗ് സന്ധുവും വിവേക് ജോഷിയും അതുപോലെ ഈ പറയുന്ന ഗണേഷ് കുമാറുമാണ് കേട്ടോ. സുഖ്ബീർ, ഗണേഷ്, വിവേക്. ഓക്കെ, അത്രയും പേര് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം കേട്ടോ. അതുപോലെ ഏത് ആർട്ടിക്കിളിലാണ് ഇത് പറയുന്നത്, ചീഫ് ഇലക്ഷനെ കുറിച്ച് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതിലാണ്, 243 അല്ലേ, ഏതിലാണ്, 324 കേട്ടോ. 324 ആർട്ടിക്കിൾ 324 എന്ത് പറയുന്നത്. ഞാൻ പറഞ്ഞ 243 എന്താണെന്ന് അറിയാവോ,
243. കാരണം ഇത് രണ്ടും ഒരു സൈമൾട്ടേനിയസ് ആയിട്ടുള്ള നമ്പേഴ്സ് ആണ്. 324 എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷനാണ്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ്. ഇന്ത്യയുടെ ഇലക്ഷനെ പറ്റി പറയുന്നത് 324ലാണ്. അതേസമയം സ്റ്റേറ്റിന്റെ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്ന ഏതിലാണ്? സ്റ്റേറ്റിന്റെ കാര്യം പറയുന്നത് 243K എന്ന് പറയുന്ന ആർട്ടിക്കിളിലാണ് കേട്ടോ. 243K എന്ന് പറയുന്നതിലാണ് സ്റ്റേറ്റ് ഇലക്ഷനെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്നത്. ഓക്കെ, 324 എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയും 243 എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ കാര്യങ്ങളുമാണ് പറയുന്നത്. ഓക്കെ, അതും കൂടെ അവിടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി ഇരിക്കുക. ഓക്കെ, അതുപോലെ ഇവിടെ കൊടുത്തിരിക്കുന്ന സഞ്ജീവ് ഖന്ന ഇപ്പൊ ആരാണ്? 51st ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അല്ലേ? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ സഞ്ജീവ് ഖന്നയാണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഈ പറയുന്ന രവി സിൻഹ ആരാണ്? രവി സിൻഹ നമ്മുടെ റോ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് എന്ന് പറയുന്ന റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ അഫേഴ്സിലും അതുപോലെ തന്നെ പുറത്ത് എന്തെങ്കിലും ഇന്റർനാഷണൽ കോൺഫ്ലിക്ട്സ് ഒക്കെ നടക്കുമ്പോൾ ഇവരാണ് എന്ത് ചെയ്യുന്നത്? രഹസ്യാന്വേഷണ ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള ഇന്റർനാഷണലിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് ഓഫ് ഇന്ത്യ എന്ന് റോ എന്ന് പറയുന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതിന്റെ CEO അല്ലെങ്കിൽ അതിന്റെ ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നതാണ് രവി സിൻഹ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ രവി സിൻഹ എന്ന് പറയുന്നത് റോ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് ഓഫ് ഇന്ത്യയുടെ ഹെഡായിട്ടാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഫോറിൻ ഇന്റലിജൻസ് ഏജൻസി എന്നാണ് റോയെ അറിയപ്പെടുന്നത് കേട്ടോ. റോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോറിൻ ഇന്റലിജൻസ് ഏജൻസിയാണ്. ഇത് രഹസ്യ അന്വേഷണ വിഭാഗം തന്നെയാണ്. ഇന്റലിജൻസ് ഏജൻസിയിലാണ് ആര് വർക്ക് ചെയ്യുന്നത്? രവി സിൻഹ വർക്ക് ചെയ്യുന്നത് കേട്ടോ. സഞ്ജീവ് ഖന്ന എന്താന്ന് പറയുന്നത് നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണ്. ജ്ഞാനേഷ് കുമാർ, സുഖ്ബീർ സിംഗ് സന്ധു, വിവേക് ജോഷിയാണ് ഇലക്ഷൻ കമ്മീഷനിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്രയും ക്ലാസ്സസ് കൃത്യമായി കണ്ട് മനസ്സിലാക്കാൻ യൂട്യൂബിലൂടെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഏറ്റവും പ്രോപ്പർ വേയിൽ ഒരു കൃത്യമായ രീതിയിൽ ക്ലാസ്സസ് ഒക്കെ കിട്ടി കറക്റ്റ് സ്റ്റഡി പ്ലാനിൽ വിത്ത് ലൈവ് റിവിഷൻ ബാച്ചും ഇങ്ങനെ എല്ലാ രീതിയിലും നിങ്ങളെ പ്രോപ്പർലി പഠിപ്പിക്കാൻ സഹായിക്കുന്നത് ഏത് വഴിയാണ്? ശരിക്കും പറഞ്ഞാൽ SSC GDയുടെ ഓൺലൈൻ കോഴ്സ് എടുത്ത് നിങ്ങൾക്ക് പഠിക്കുമ്പോൾ അത്രത്തോളം എഫക്റ്റീവായിട്ട് ഫീൽ ചെയ്യും. കാരണം ഇത് നമ്മുടെ എന്നും നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് ക്ലാസ്സസ് ഇടാൻ പറ്റുമോ നമുക്കറിയത്തില്ല യൂട്യൂബിൽ. പക്ഷെ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും എഫക്റ്റീവ് വേയിൽ തന്നെ എല്ലാ സാറന്മാരും എല്ലാ രീതിയിലും എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ് നിങ്ങളെ പഠിപ്പിക്കുന്നതാണ്. നിങ്ങൾക്കറിയാം നമ്മുടെ SSC GDക്ക് വന്നിട്ടുള്ള റിസൾട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അത്രത്തോളം റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയത് നമ്മൾ അത്രത്തോളം അതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടുന്നുണ്ട്. നിങ്ങളുടെ ഒപ്പം തന്നെ കൂടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ കൃത്യമായി ഗൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെയുള്ള SSC GDയുടെ ലൈവ് കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ ഈ വർഷത്തേക്ക് വേണ്ടിയിട്ടുള്ള 220+ hours ലൈവ് വരും. അതുപോലെ 300+ റെക്കോർഡഡ് സെഷൻസ് ഉണ്ടായിരിക്കും. 520+ hours നിങ്ങൾ എന്തായാലും പഠിപ്പിക്കും. എല്ലാ സബ്ജക്ട്സിനും കൃത്യമായ ക്ലാസ്സുകൾ തന്നെയായിരിക്കും നമ്മൾ എല്ലാവർക്കും നൽകുന്നത് വിത്ത് 1-to-1 മെന്റർഷിപ്പ്. അതാണ് ഇത്തവണത്തെ SSC GDയുടെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത്. നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ കൂടെ ഇരുത്തി നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡ് ചെയ്യാനുള്ള ഒരാൾ. നിങ്ങൾക്ക് ഒരു ഡൗട്ട് വന്നാൽ എപ്പോഴും വിളിച്ച് ചോദിക്കാൻ പറ്റുന്ന ഒരാൾ, അങ്ങനെ ഒരാളെ തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത്. അതിനുവേണ്ടിയാണ് 1-to-1 മെന്റർഷിപ്പ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഈ പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ SSC GDയുടെ ഓൺലൈൻ കോഴ്സ് ഇപ്പോൾ ലൈവാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എന്ത് ചെയ്യാം? ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഈ ഒരു ഓഫർ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇപ്പോൾ ഫസ്റ്റ് ഡേയ്സിലൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ജോയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രോപ്പർ വേയിൽ നിങ്ങൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യുക? ജോയിൻ ചെയ്ത് പഠിക്കുക തന്നെ ചെയ്യുക കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമുക്ക് 6ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 6ാമത്തെ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? ഹൂ വിൽ ബിക്കം ദ ഫസ്റ്റ് വിമൺ ആൻഡ് ആഫ്രിക്കൻ പ്രസിഡന്റ് ഓഫ് ദ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ഇൻ മാർച്ച് 2025? ആദ്യമായിട്ടുള്ള ഫസ്റ്റ് വിമൺ ആൻഡ് ആഫ്രിക്കൻ പ്രസിഡന്റ് എന്നാണ് പറയുന്നത്. ആഫ്രിക്കയിൽ നിന്നുള്ള ആദ്യത്തെ ആളും അതുപോലെ വിമന്റെ റെപ്രസെന്റേറ്റീവിൽ നിന്നുള്ള ആദ്യത്തെ ആളാണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയിൽ മാർച്ചിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. അത് ആരെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. എന്താണ് IOC എന്ന് പറയുന്നത്? ഈ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1894 സ്റ്റാർട്ട് ചെയ്ത ഒരു സംഭവമാണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി. നമ്മുടെ ഒളിമ്പിക്സിന് വേണ്ടിയിട്ടുള്ള ഒരു അഡ്വൈസറി കമ്മിറ്റിയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം? പറയാം. IOC is the guardian of Olympic Games എന്ന് പറയാം. ഒരു ഗാർഡിയനെ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ഒളിമ്പിക് ഗെയിംസിന്റെ ഗാർഡിയൻ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. 1894 തൊട്ട് IOC സ്റ്റാർട്ടഡ് ആണ്. അപ്പോൾ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്താണെന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഫസ്റ്റ് വിമൺ റെപ്രസെന്റേറ്റീവ് ആണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഫസ്റ്റ് വിമൺ, അതുകൊണ്ട് എടുത്ത് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതാരാണ്? ക്രിസ്റ്റി കൊവൻട്രി എന്ന് പറയുന്ന ആളാണ് കേട്ടോ. ക്രിസ്റ്റി കൊവൻട്രി എന്ന് പറയുന്ന ആളാണ്. സിംബാബ്വേൻ ആളാണ് കേട്ടോ. ഈ പറയുന്ന ആഫ്രിക്കയിൽ തന്നെ സിംബാബ്വേൻ ആയിട്ടുള്ള ആളാണ്. സിംബാബ്വേയിലുള്ള ആളാണ്. സിംബാബ്വേൻ സ്വിമ്മറാണ് കേട്ടോ. പ്രോ സ്വിമ്മറാണ്. ഒളിമ്പിക്കിലൊക്കെ മത്സരിച്ചിട്ടുള്ള ആളാണ്. സ്വിമ്മറാണ്. സ്വിമ്മിങ് ചാമ്പ്യൻ ആണ് കേട്ടോ. സ്വിമ്മറാണ്. സിംബാബ്വേൻ സ്വിമ്മറാണെന്നുള്ള കാര്യം ആലോചിക്കുക കേട്ടോ.
അതാണ് അവിടെ പറയാൻ ഉദ്ദേശിച്ചത്. ഇത് 1894 തൊട്ടേ നമുക്ക് ഒളിമ്പിക് കമ്മിറ്റി ഉണ്ട്, IOC എന്നാണ് പറയുന്നത് കേട്ടോ, IOC ഒളിമ്പിക് കമ്മിറ്റി ഉണ്ട്. ആ പോയിന്റ് അവിടെ ആലോചിക്കുക. എന്തായാലും ക്രിസ്റ്റി കോവെൻട്രി ആണ് ഇപ്പോഴത്തെ എന്തായിട്ട് മാറിയത്, ഫസ്റ്റ് വിമൺ ആൻഡ് ആഫ്രിക്കൻ പ്രസിഡന്റ് ആയിട്ട്. ക്രിസ്റ്റി ആണ് കേട്ടോ, ക്രിസ്റ്റി കോവെൻട്രി. ഓക്കെ, ആ പേര് അങ്ങനെ തന്നെ പഠിച്ചോളുക, ക്രിസ്റ്റി കോവെൻട്രി എന്ന്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ ഒളിമ്പിക്സ് നടന്നത് ഇപ്പോൾ എന്താണ്, 2024 പാരീസ് ഒളിമ്പിക്സ് ആണ് കഴിഞ്ഞത് അല്ലേ, 2024 കഴിഞ്ഞത്. അതുപോലെ വിന്റർ ഒളിമ്പിക്സ് നടക്കാൻ പോവുകയാണ്. 2022 കഴിഞ്ഞ പ്രാവശ്യത്തെ വിന്റർ ഒളിമ്പിക്സ് നടന്നത്. എവിടെ വെച്ചിട്ടായിരുന്നു? ചൈന ബീജിങ്ങിൽ വെച്ചിട്ടാണ് നടന്നത്. ഇനി വരാൻ പോകുന്ന 2026 ഒളിമ്പിക്സ് എവിടെ വെച്ചിട്ടാണ്? ഇറ്റലിയിൽ വെച്ചാണ് നടക്കുന്നത് കേട്ടോ. ഇറ്റലിയിലെ മിലാനോ ആൻഡ് കോർട്ടിസ്കോ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് 2026 എന്ത് നടക്കുന്നത്, ഈ പറയുന്ന ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത്. ഇത് വിന്റർ ഒളിമ്പിക്സിന്റെ കാര്യമാണ്. സമ്മർ ഒളിമ്പിക്സും ഉണ്ട് വിന്ററും ഉണ്ട് കേട്ടോ. ഇതിൽ വിന്ററിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പൊ കഴിഞ്ഞത് എന്താണ്, 2024 കഴിഞ്ഞ പാരീസ് ഒളിമ്പിക്സ് സമ്മറാണ് കേട്ടോ. പാരീസ് സമ്മറാണ്, സമ്മർ ഒളിമ്പിക്സ് ആണ് കേട്ടോ. അത്രയും പോയിന്റ് അവിടെ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. Who has become the youngest president of the International Cricket Council? ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ യങ്ങസ്റ്റ് പ്രസിഡന്റ് ആയി മാറിയത് ആരാണ്? ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ യങ്ങസ്റ്റ് പ്രസിഡന്റ് ആയിട്ട് മാറിയത് ആരാണ്? ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ നിങ്ങൾക്ക് അറിയാം, ICC അല്ലേ, ICC ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ എന്ന് പറയുന്നതിന്റെ ആളെവിടെ ആരാണെന്നാണ് ചോദിക്കുന്നത്. 36 വയസ്സിൽ ജോയിൻ ചെയ്ത ആരാണ്? 36 വയസ്സിൽ ജോയിൻ ചെയ്ത ജയ് ഷാ ആണ് കേട്ടോ. യങ്ങസ്റ്റ് ആണ്. മുന്നേ BCCIയുടെ മെമ്പറായിട്ട് വർക്ക് ചെയ്തതാണ് കേട്ടോ. BCCIയുടെ ചെയർമാനായിട്ടൊക്കെ വർക്ക് ചെയ്ത ആളാണ്, BCCIയിൽ വർക്ക് ചെയ്തതാണ് ജയ് ഷാ എന്ന് പറയുന്നത്. ഇപ്പോൾ ആരാണ് BCCIയിൽ ഇരിക്കുന്നത്? BCCI എന്ന് പറയുന്നത് അറിയാലോ, ബോർഡ് ഓഫ് കൺട്രോൾ ക്രിക്കറ്റ് ചാമ്പ്യൻ ഇൻ ഇന്ത്യ ആണ് അല്ലേ. ക്രിക്കറ്റിന്റെ ഇന്ത്യയുടെ കാര്യമാണ് ഏതെന്ന് പറഞ്ഞാൽ നമ്മുടെ BCCI എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ ലെവലിലുള്ളതാണ് ICC എന്ന് പറയുന്നത് കേട്ടോ. ബോർഡ് ഓഫ് കൺട്രോൾ ഓഫ് ക്രിക്കറ്റ് ഇൻ ഇന്ത്യ ആണ് BCCI എന്ന് പറയുന്നത്. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് മുംബൈയിലാണ്. ഇപ്പൊ ആരാണ് ഹെഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോജർ ബിന്നിയാണ്. ഓക്കെ, അപ്പോൾ BCCI മുംബൈയിലാണ് ഹെഡ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ ഇതിലുള്ളതാണ് BCCI എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ലെവലിലാണ്. അതെന്ന് പറയുന്നത് ICC എന്ന് പറയുന്നത് അതിൻ്റെ ഹെഡ് ആരാണ്? നമ്മുടെ ജയ് ഷാ ആണ്. 36 വയസ്സിലാണ് ജയ് ഷാ അതിലേക്ക് ജോയിൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കിക്കോളാം. ICC തുടങ്ങുന്നത് തന്നെ 1909 1909 എവിടെയാണ്? UAE യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് കേട്ടോ. ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ വരുന്നത് 1909 ദുബായ് UAE സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ദുബായ് UAE. ഓക്കെ, അപ്പം ആരാണ് യങ്ങസ്റ്റ് പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുത്തത്? ജയ് ഷാ ആണ്. BCCIയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? റോജർ ബിന്നിയാണ്. പ്രസിഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് റോജർ ബിന്നിയാണ്. 3 വർഷം കൂടുന്തോറുമാണ് ഇതിന്റെ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. റോജർ ബിന്നി 2022 കയറിയത്. ഇനി ഉടനെ മാറാനുള്ള സമയം ആവുന്നുണ്ട് കേട്ടോ. അപ്പൊ അതത്രയും മനസ്സിലാക്കിക്കോളാം. രേഖ ഗുപ്ത ബിക്കം ദ ന്യൂ ചീഫ് മിനിസ്റ്റർ ഓഫ് വിച്ച് സ്റ്റേറ്റ്? ഏത് സ്റ്റേറ്റിന്റെ ചീഫ് മിനിസ്റ്റർ ആയിട്ടാണ് രേഖ ഗുപ്ത സെലക്ട് ആയിട്ടുള്ളത്? രേഖ ഗുപ്ത ഈസ് ബിക്കം ദ ന്യൂ ചീഫ് മിനിസ്റ്റർ ഓഫ് ഏത് സ്റ്റേറ്റ് എന്നാണ് ചോദിക്കുന്നത്. ഏത് സ്റ്റേറ്റ് ആണ്? അത് നമ്മുടെ ഡൽഹിയാണ് അല്ലെ. ഡൽഹിയിലാണ് ആര് ചെയ്യുന്നത്? രേഖ ഗുപ്ത. അവിടുത്തെ 4ാമത്തെ ചീഫ് മിനിസ്റ്റർ ആണ്, ഫീമെയിൽ ചീഫ് മിനിസ്റ്റർ ആണ് രേഖ ഗുപ്ത എന്ന് പറഞ്ഞാൽ. 4th ചീഫ് മിനിസ്റ്റർ ഓഫ് ഡൽഹിയാണ് രേഖ ഗുപ്ത എന്ന് പറയുന്നത്. ഇപ്പോഴാണ് അപ്പോയിന്റ്മെന്റ് നടക്കുന്നത്, 2025 നടക്കുന്നത്. അപ്പൊ ഡൽഹിയിലെയാണ് ആരെന്ന് പറഞ്ഞത്? രേഖ ഗുപ്ത എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഹരിയാനയുടെ ചീഫ് മിനിസ്റ്റർ ആരാണ്? ഹരിയാനയുടെ ചീഫ് മിനിസ്റ്റർ ആരാണ്? ഹരിയാന നായബ് സിംഗ് അല്ലെ. നായബ് സിംഗ് എന്ന് പറയുന്ന സൈനി എന്ന് പറയുന്ന ആളാണ്. നായബ് സിംഗ് സൈനി എന്ന് പറയുന്ന ആളാണ് ഹരിയാനയുടെ. ഹരിയാന നായബ് സിംഗ് സൈനി എന്ന് പറയുന്ന ആളാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒഡീഷയുടെ ആരാണ്? ഒഡീഷ മോഹൻ ചരൺ മാജി ആണ്. മോഹൻ ചരൺ മാജി. ഓക്കെ, അപ്പൊ ചീഫ് മിനിസ്റ്റർ അറിയുമ്പോൾ ഇതിന്റെ ബാക്കിയും കൂടെ നിങ്ങൾ അറിയണം. കാരണം എല്ലാ സ്റ്റേറ്റ്സിന്റെയും ചീഫ് മിനിസ്റ്റർ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. ഹരിയാന നായിലാണ് അവസാനിക്കണം. നായബ് സിംഗ് സായിനി എന്ന് ആലോചിക്കണം. നായബ് സിംഗ് സായിനി. ഒഡീഷ ഓടുകയാണ്. എന്തുകൊണ്ടാണ് ഓടുന്നത്? ചരൺ കൊണ്ടല്ലേ. ചരൺ എന്ന് പറഞ്ഞാൽ കാൽപാദം അല്ലെ, കാലുകൊണ്ടാണ്. അപ്പൊ മോഹൻ ചരൺ കൊണ്ടാണ് ഓടുന്നതെന്ന് ആലോചിക്കാം. മോഹൻ അല്ലെങ്കിൽ മോഹിച്ചിട്ടാണ്. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം മോഹിക്കുമ്പോഴല്ലോ നമ്മൾ ഓടിയൊക്കെ പോകുന്നതെന്നുള്ള കാര്യം ആലോചിക്കാം. അപ്പം ഒഡീഷ എന്ന് പറയുമ്പോൾ ഓടുന്നെന്ന് ആലോചിക്കുക. അപ്പോൾ ഓടുന്നത് എന്തിനു വേണ്ടിയാണ്? മോഹിക്കുന്ന ഒരു സാധനത്തിന് വേണ്ടിയാണ്. മോഹൻ ചരൺ
മാജി എന്നുള്ളൊരു പേര് മനസ്സിലാവുക. ഇനി ജമ്മു കാശ്മീരിന്റെ കാര്യം ഇപ്പം പ്രശ്നമൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ അറിഞ്ഞിരിക്കുക, ഒമർ അബ്ദുള്ളയാണ് അല്ലെ അവിടുത്തെ ലെഫ്റ്റനന്റ് ഗവർണർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒമർ അബ്ദുള്ളയാണ്. ഓക്കെ, ഒമർ അബ്ദുള്ള. ഓക്കെ, അത്രയും പേര് അറിയാലോ നിങ്ങൾക്ക്. ഡൽഹിയുടെയാണ് രേഖ ഗുപ്ത എന്ന് പറയുന്നത്. ഓക്കെ, who has been appointed as a judge of the Supreme Court of India from the Calcutta High Court. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ ജഡ്ജായിട്ട് ഇപ്പം അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് ആരെയാണ്? കാരണം നമുക്കറിയാം സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒരു ചീഫ് ജസ്റ്റിസ് ഗ്രൂപ്പ് തന്നെ ഉണ്ടല്ലേ. അപ്പോൾ ഒരു ചീഫ് ജസ്റ്റിസും പ്ലസ് ബാക്കിയുള്ള സുപ്രീം കോർട്ട് ജഡ്ജും ആണ് വരുന്നത്. ഓക്കെ, സുപ്രീം കോർട്ട് ജഡ്ജും ആണ് വരുന്നത്. 33 സുപ്രീം കോർട്ട് ജഡ്ജ്. അപ്പോൾ എത്ര പേരായി? ടോട്ടൽ 34 അംഗമുള്ള ഒരു ബെഞ്ചാണുള്ളത് കേട്ടോ. 34 പേരടങ്ങിയ ഒരു ജഡ്ജ് ഗ്രൂപ്പാണുള്ളത്. അതിലെങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഈ പറയുന്ന പോലെ 33 സുപ്രീം കോർട്ട് ജഡ്ജികളും അതുപോലെ ഒരു ചീഫ് ജസ്റ്റിസും ആണുള്ളത്. ആരാണ് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ്? നമ്മുടെ 51st ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് സഞ്ജീവ് ഖന്നയാണ് അല്ലേ. സഞ്ജീവ് ഖന്നയാണ്, നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. സഞ്ജീവ് ഖന്നയാണ് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. അതിൽ ബാക്കിയുള്ള 33 സുപ്രീം കോടതി ജഡ്ജിൽ ഒരാളായിട്ടാണ് ഇപ്പോൾ ആര് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്? കൽക്കത്ത ഹൈക്കോർട്ടിൽ നിന്ന് ആര് അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്? ജോയ് മാല്യ ബഗ്ചി എന്ന് പറയുന്ന ആള് കേട്ടോ. ബഗ്ചി ജോയ് മാല്യ ബഗ്ചി. ജോയ് അല്ലേ ഹൈക്കോർട്ടിൽ നിന്ന് സുപ്രീം കോടതിയിലേക്ക് അപ്പോയിന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ജോയ് അല്ലേ എന്ന് വെച്ചാൽ ഇത്രയും നാൾ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കണമല്ലോ അവരെ സുപ്രീം കോടതിയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊരു ജോയ് ആണെന്ന് ആലോചിക്കുക. ജോയ് മാല്യ ബഗ്ചിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? പുതിയ ഇതിലായിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന കാര്യം ആലോചിക്കുക. അങ്ങനെ അപ്പോൾ ആലോചിക്കേണ്ട എന്താണ്? 33 സുപ്രീം കോടതി അംഗങ്ങളിൽ ഒരാളായിട്ടാണ് ആര് സെലക്ട് ആയിട്ടുള്ള? ജോയ് മാല്യ ബഗ്ചി അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഒരു ചീഫ് ജസ്റ്റിസ് ആരാണ്? സഞ്ജീവ് ഖന്നയാണ് അല്ലേ. സഞ്ജീവ് ഖന്നയാണ് ചീഫ് ജസ്റ്റിസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഇനി മാറാൻ പോവാണ്. സഞ്ജീവ് ഖന്ന 65 വയസ്സാവാറായി. അതുകൊണ്ട് തന്നെ ഉടനെ മാറ്റമുണ്ട്, മെയ്യിൽ ഇറങ്ങും എന്നുള്ളൊരു വാർത്തയുണ്ട്. അതുകൊണ്ട് പുതിയ ചീഫ് ജസ്റ്റിസ് ആയിട്ട് വരാൻ പോകുന്നത് BR ഗവായി ആണ്. ആരാണ്? BR ഗവായി എന്ന് പറയുന്ന ആളാണ് കേട്ടോ. ഗവായി ആ പേരും ഓർമ്മിച്ചിരിക്കുക. ഇതിപ്പോ എന്താണ്? 51ാമത്തെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ്. 65 വയസ്സ് വരെയാണ് അവരുടെ ടെന്യൂർ എന്ന് പറയുന്നത് അല്ലേ. 65 വയസ്സ് വരെ നിൽക്കുക അവർക്ക്. ഇപ്പൊ 65 വയസ്സ് കഴിയാറായി. അതുകൊണ്ട് മെയ്യിലാണ് അടുത്ത ട്രാൻസ്ഫർ വരുന്നത്. അതുകൊണ്ട് തന്നെ BR ഗവായി ആണ് പുതിയ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിട്ട് വരാൻ പോകുന്നത്. ഭൂഷൺ രാംകൃഷ്ണ ഗവായി. BR എന്ന് പറയുമ്പോൾ ഭൂഷൺ രാംകൃഷ്ണ ഗവായി. ഓക്കെ, ഭൂഷൺ രാംകൃഷ്ണ ഗവായി ആണ് ആൻസർ വരുന്നത് കേട്ടോ. ഭൂഷൺ രാംകൃഷ്ണ ഗവായി, BR ഗവായി. ഭൂഷൺ രാംകൃഷ്ണ ഗവായി ആണ് BR ഗവായി എന്നറിയപ്പെടുന്നത്. ഇനി വരാൻ പോകുന്നതാണ് കേട്ടോ. അപ്പം അതും കൂടെ ഇപ്പോഴേ നിങ്ങൾ ആലോചിച്ച് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, who has been elected as the 11th president of Asian Development Bank? ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറയുന്ന ബാങ്കിന്റെ 11th പ്രസിഡന്റ് ആയിട്ട് സെലക്ട് ആയത് ആരാണ്? ഓക്കെ, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് എവിടെയാണ്? അത് 1966 ഫിലിപ്പീൻസിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫിലിപ്പീൻസിലാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് കേട്ടോ. ഫിലിപ്പീൻസിൽ. ഓക്കെ, അപ്പോൾ 1966 ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആരാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ഫിലിപ്പീൻസിലാണ്. അപ്പോൾ ഇപ്പോഴത്തെ 11ാമത്തെ പ്രസിഡന്റ് ആയത് ആരെന്നാണ് ചോദിക്കുന്നത്. ഇന്റർനാഷണൽ കറണ്ട് ഇതിൽ വരുന്നതാണ് കേട്ടോ, അപ്പോയിന്റ്മെന്റ്സിൽ വരുന്നതാണ്. 11th പ്രസിഡന്റ് ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് മസാത്തോ കണ്ടയാണ് കേട്ടോ. മസാത്തോ കണ്ടയാണ് ഏഷ്യൻ ഡെവലപ്മെന്റ്. മസാത്തോ കണ്ടയാണ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പുതിയ പ്രസിഡന്റ് ആയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 10 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആകെ പഠിച്ചത്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഓരോ ദിവസം നമുക്ക് കുറച്ചായിട്ട് പഠിച്ചു പോവാം. അപ്പോൾ അതിൻ്റെ ഒരു രീതിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ 10 ക്വസ്റ്റ്യൻ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്രയും ഡീറ്റെയിൽസ് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിക്കൊള്ളാം. 11ാമത്തെ പ്രസിഡന്റ് ആയിട്ടാണ് ആര് സെലക്ട് ആയിട്ടുള്ളത്? മസാത്തോ കണ്ട എന്ന് പറയുന്ന ആൾ സെലക്ട് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ്. അപ്പോൾ പഠിച്ചത് അത്രയും കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോവുക. പിന്നെ ഒന്ന് പഠിക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തരുത്. ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ അതിൻ്റെ എല്ലാ പോയിന്റ്സും കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിയെന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ എല്ലാ പേർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടായിരിക്കും. നമ്പറിലൊന്ന് വിളിച്ച് ചോദിക്കുക. നിങ്ങളുടെ ക്ലാസ്സസിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങുക. ഏറ്റവും കൂടുതൽ മുന്നേ നിങ്ങൾ എഫേർട്ട് ഇട്ട് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് സക്സസ്സിൽ എത്താവുന്നതാണ്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.